നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം വരെയും വിദ്വേഷങ്ങളും അധിക്ഷേപങ്ങളും നിരത്തിയ UDFന് പോളിംഗ് ദിനത്തിലും ആയുധമായി തീർന്നത് കള്ളപ്രചാരണങ്ങൾ തന്നെയാണ്. LDF കൺവീനർ EP ജയരാജനെതിരെ അപവാദ പ്രചാരണം നടത്തിയാണ് വെള്ളിയാഴ്ച UDF നേതാക്കളും അവരുടെ ശിങ്കിടി മാധ്യമങ്ങളും പരസ്പരം മത്സരിച്ചത്. അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനും K സുധാകരനുമെതിരെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതെല്ലാം തള്ളിയ കോൺഗ്രസ് നേതൃത്വം EPക്കെതിരായങ്ങ് ഏറ്റെടുത്തു. ഓരോ നേതാക്കളും മത്സരിച്ചാണ് ചാനലുകൾക്ക് മുന്നിലെത്തിയത്. ഈ വിഷയം മാത്രം ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങളും ഒപ്പം ചേർന്നു. നേതാക്കന്മാർക്കൊക്കെ മറ്റൊരു ചർച്ചയും വേണ്ടെന്ന മട്ടിലായിരുന്നു പോളിംഗ് ദിവസത്തെ പ്രകടനങ്ങൾ. എന്നാൽ കൃത്യമായ ഒരുക്കങ്ങളോടെ പോരാട്ടത്തിനിറങ്ങിയ LDFന് തുടക്കം മുതൽ വ്യക്തമായ മുൻകൈ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് LDF പ്രവർത്തകർ സജീവമായത്. കൃത്യമായ രാഷ്ട്രീയം പറയാനില്ലാതെ വിയർത്ത UDF അപവാദ പ്രചാരണങ്ങളെ കൂട്ടുപിടിച്ചാണ് വോട്ടെടുപ്പ് ദിവസമടക്കം മുന്നോട്ട് പോയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം മുതൽ അവർ എല്ലാ മേഖലയിലും പിന്നിലായിരുന്നു. സിറ്റിംഗ് എംപിമാരെ എല്ലാം മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും തൃശ്ശൂരിലൊക്കെ TN പ്രതാപൻ പരാജയഭീതി മൂലം പിന്മാറുകയാണ് ഉണ്ടായത്. വടകരയിൽ LDF KK ശൈലജയെ മത്സരിപ്പിച്ചതോടെ തോൽവി ഉറപ്പിച്ച K മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറി. അതിനുശേഷം KK ശൈലജയ്ക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള വൃത്തികെട്ട പ്രചാരണമാണ് UDF അഴിച്ചുവിട്ടത്. സ്ത്രീത്വത്തെ അപമാനിക്കും വിധമായിരുന്നു ശൈലജ ടീച്ചർ അന്ന് സൈബർ ആക്രമണം നേരിട്ടത്. പ്രതിപക്ഷ നേതാവും UDF സ്ഥാനാർത്ഥിയും ഇതിനെ ന്യായീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു എന്നതായിരുന്നു മറ്റൊരു പ്രചാരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അടർത്തിയെടുത്തായിരുന്നു വാട്സപ്പുകളിൽ അത് പ്രചരിപ്പിച്ചത്. പൗരത്വ ഭേദഗതി വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മതസാമുദായിക നേതാക്കളുടെ പേരിലും UDF വ്യാജ പ്രചാരണങ്ങളുണ്ടാക്കി. LDF കൺവീനർ EP ജയരാജനെതിരെ ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പൊക്കെ തീരും വരെ ഈ കള്ളപ്പൊലിപ്പിക്കലിനൊക്കെ ആയുസ്സുണ്ടാകും. മുഖ്യമന്ത്രിക്കും LDF സർക്കാരിനുമെതിരെ നടക്കുന്ന പ്രചാരവേലയുടെ തുടർച്ചകൾ മാത്രമാണിതൊക്കെ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അതാണിപ്പോൾ കോൺഗ്രസ്.